നമസ്കാരം, ഞാൻ ശശി തരൂറാണ്, തിരുവനന്തപുരത്തിന്റെ MP. ഡിസംബർ 2017 നമ്മുടെ നാട്ടിൽ ഓഖി ദുരന്തം വന്നിട്ട് പലവരുടെയും ജീവിതം നശിപ്പിച്ചു. നമ്മൾക്കറിയാം, നമ്മുടെ തീരദേശ നിവാസികൾക്ക് അവരുടെ വീട് നഷ്ടപ്പെട്ടു പോയി, പല വീടുകൾ ഡാമേജായി, അവരുടെ ബോട്ടുകൾ, അവരുടെ വള്ളങ്ങൾ നശിപ്പിച്ചു പോയി. നമ്മുടെ നാട്ടിൽ സംഭവിച്ച ദുഃഖം ഞാൻ നേരിട്ട് കണ്ട് അനുഭവിക്കാൻ സാധിച്ചു. ഓഖി ദുരന്തം വന്നപ്പോൾ എനിക്ക് നമ്മുടെ മന്ത്രിമാരോടൊപ്പം ഇടപെടാൻ ഇന്ത്യൻ നേവിയും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിനെയും വിളിച്ചിട്ട് നേരത്തെ ഏർജന്റായിട്ട് ഇടപെടാൻ സാധിച്ചു. ഞാൻ സമയത്ത് തന്നെ ആ സ്ഥലത്തുണ്ടായിരുന്നു, തീരദേശത്ത് പോയി ഓരോരോ കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ജനങ്ങളൊപ്പം ഇടപെട്ടിട്ടുണ്ടായിരുന്നു. ഈ ദുരന്തം കഴിഞ്ഞ ശേഷം ഞങ്ങൾക്ക് വീണ്ടും പാർലമെന്റിൽ പല ആക്ഷൻ എടുക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. ഞാൻ പ്രത്യേകിച്ച് ആവശ്യപ്പെട്ടത് ഒരു സ്പെഷ്യൽ റിലീഫ് പാക്കേജാണ്. നമ്മൾക്കറിയാം, നമ്മളുടെ മത്സ്യത്തൊഴിലാളികളും തീരദേശ നിവാസികൾക്കും കുറെ നഷ്ടങ്ങളുണ്ടായി. അവർ വീടുകൾ നഷ്ടപ്പെട്ടു പോയി, ഡാമേജുകൾ സംഭവിച്ചു, പലവരുടെ വള്ളം, അവരുടെ ബോട്ടുകൾ നഷ്ടപ്പെട്ടു പോയി. ഇതെല്ലാം സംഭവിച്ചപ്പോൾ അവർക്ക് വീണ്ടും അവരുടെ ജീവിതത്തിനെ റിസംഷൻ നടത്താൻ വേണ്ടിയിട്ട് ഒരു സഹായം സ്പെഷ്യലായിട്ട് ആവശ്യപ്പെട്ടിട്ട് ഞാൻ പ്രധാനമന്ത്രിക്ക് എഴുത്തെഴുതി, അദ്ദേഹത്തിനെ കണ്ടു. അദ്ദേഹത്തിന്റെ സർക്കാരിന്റെ 4 മന്ത്രിമാരെ നേരിട്ട് കണ്ടിട്ട് അവരുടെ സഹായം അഭ്യർത്ഥിച്ചു. അതുപോലെ തന്നെ നമ്മളുടെ സംസ്ഥാന സർക്കാരും ആവശ്യപ്പെട്ടിട്ടുണ്ടാകും. പക്ഷെ നമ്മൾക്കറിയാം, കിട്ടിയത് കേന്ദ്രത്തിൽ നിന്ന് ആകെ 111 കോടി രൂപ മാത്രമാണ്. ഒരു പക്ഷേ സംസ്ഥാന സർക്കാർ കൂടുതൽ ആവശ്യപ്പെട്ടിട്ടുണ്ടാകും, അവർ 7400 കോടി ചോദിച്ചു. പക്ഷെ അതിന് 111 കോടി മാത്രം കൊടുത്തത് വലിയൊരു അന്യായമായി പോയി. ഞാൻ പാർലമെന്റിൽ ഈ വിഷയത്തിനെ 3ഓ 4ഓ പ്രാവശ്യം ഏറ്റെടുത്ത് സംസാരിച്ചിട്ടുണ്ട്. പാർലമെന്റിൽ ഓരോരോ അവസരം വരുമ്പോൾ ബഡ്ജറ്റ് പ്രസംഗത്തിൽ അല്ലെങ്കിൽ നമ്മുടെ 0 അവർ എന്ന് പറഞ്ഞിട്ട് ഏർജന്റ് വിഷയങ്ങൾ 2 മിനിറ്റ് പറയാനുള്ള അവസരം കിട്ടുമ്പോൾ എല്ലാറ്റിനും ഞാൻ 4 തവണ ഓഖി ദുരന്തത്തിന് വേണ്ടിയിട്ട് കേന്ദ്രത്തിന് സഹായം അഭ്യർത്ഥിച്ചിട്ട് പ്രസംഗിച്ചു. പക്ഷേ പരസ്യത്തിൽ 5000 കോടി രൂപ ചെലവാക്കിയ സർക്കാർ നമ്മുടെ മത്സ്യത്തൊഴിലാളികളുടെ ദുഃഖത്തിനെ മാറ്റാൻ വേണ്ടിയിട്ട് അതിന്റെ ഒരു പകുതി ഭാഗം കൂടി ചെലവാക്കാൻ തോന്നിയില്ല. ഇത് വലിയൊരു സങ്കടത്തിന്റെ വിഷയമാണ്. പക്ഷെ അത് മാത്രമല്ല ഉള്ളത്. പാക്കേജ് ഉണ്ടായിരുന്നില്ല, സഹായം നൽകിയത് പോരാന്ന് ഇപ്പൊ കൂടി ജനങ്ങൾ പറയുന്നു. സംസ്ഥാന സർക്കാരും അവരുടെ ഭാഗം ചെയ്തിട്ടുണ്ടോ എന്ന് പലരുടെ മനസ്സിൽ നല്ല ചോദ്യമുണ്ട്. വാഗ്ദാനം കൊടുത്ത ചില സഹായങ്ങൾ അവർക്ക് നേരിട്ടെത്തിയിട്ടില്ല. അതെല്ലാം ഒരു വിഷയമാണ്. പക്ഷെ അത് മാത്രമല്ല ചോദിക്കേണ്ടത്, എന്തുകൊണ്ട് സമയത്തിൽ ഈ വിഷയത്തിനെ കുറിച്ച് നമ്മളുടെ മത്സ്യത്തൊഴിലാളികൾക്ക് വാർത്ത എത്തിയില്ല? ഞാൻ 2015 പാർലമെന്റിൽ ഡോപ്ലർ റേഡാറിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഡോപ്ലർ റേഡാർ എങ്ങനെ ഉപയോഗിക്കും, എങ്ങനെയായിരിക്കും നമ്മുടെ നാട്ടുകാരെ സഹായിക്കാമെന്ന് ചോദിച്ചപ്പോൾ ഇത് 24 മണിക്കൂർ 7 ദിവസം ആഴ്ച 365 ദിവസം വർഷം ഉപയോഗിക്കാൻ പോകുന്ന റേഡാറാണെന്നാണ് അവർ ഉത്തരം പറഞ്ഞത്. ഞാൻ ഓഖി ദുരന്തം സംഭവിച്ചപ്പോൾ വീണ്ടും ചോദിച്ചു, ഈ ഡോപ്ലർ റേഡാർ നിങ്ങൾ പറഞ്ഞ പോലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കണ്ടായിരുന്നു ചോദിച്ചപ്പോൾ കുറെ ആഴ്ചകൾ താമസിച്ചിട്ടാണ് അവർ മറുപടി വന്ന് 10 മണിക്കൂറിന് ഓഖി ദുരന്തം സംഭവിക്കുന്ന സമയത്ത് 10 മണിക്കൂറിന് സർവീസിങ്ങിന് വേണ്ടി അടച്ചു വെച്ചതായി. അടച്ചു വെച്ച കാരണം ഒരു പക്ഷേ പല വ്യക്തികളുടെ ജീവിതം നഷ്ടപ്പെട്ടു പോയി. അവർക്ക് സമയത്തിൽ ഒരു വാർണിംഗ് കൊടുക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നില്ല. ഇതാണ് ഞാൻ വീണ്ടും ചൂണ്ടിക്കാണിക്കുന്നത്. മനുഷ്യന്മാരുടെ ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ നാളെ കുറിച്ച് ചിന്തിക്കണം. ഇതിനു വേണ്ടിയിട്ട് ഞാൻ നിങ്ങളുടെ പ്രതിനിധിയായിട്ട് പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും രക്ഷാമന്ത്രിക്കും എഴുത്തെഴുതി ഒരു സജഷൻ കൊടുത്തു. നമ്മൾക്ക് രാജ്യത്തിൽ വലിയൊരു അപകടം സംഭവിച്ചാൽ ടെറിട്ടോറിയൽ ആർമി ഉണ്ട്, പാതിയിൽ ഇറങ്ങാനും ജനങ്ങളെ സഹായിക്കാനും. ആർമി നമ്മുടെ രാജ്യത്ത് നോക്കുമ്പോൾ അവരുടെ പ്രവർത്തനത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സഹായത്തിന് വേണ്ടിയിട്ട് ടെറിട്ടോറിയൽ ആർമി ഉണ്ട്. അതേപോലെ സമുദ്രത്തിൽ വല്ല ദുരന്തം സംഭവിക്കുമ്പോൾ ഒരു സമുദ്രത്തിന്റെ ഒരു എക്വിവലന്റ് ഒരു ടെറിട്ടോറിയൽ ആർമി ചെയ്തുകൂടെ എന്നാണ് എന്റെ ആവശ്യം. ഞാൻ പറഞ്ഞു നേവിയും കോസ്റ്റ് ഗാർഡും ഇറങ്ങി. പക്ഷെ അവർക്ക് നമ്മളുടെ മത്സ്യത്തൊഴിലാളികളുടെ സ്വഭാവം അറിയോ? അവർക്ക് അറിയുമോ നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ എവിടെയാണ് പോയിട്ട് ഫിഷ് ചെയ്യുന്നത്, എവിടെ ആയിരിക്കും ഈ ദുരന്തം സംഭവിച്ചപ്പോൾ സമുദ്രത്ത് വീണിട്ട് അവരൊരു പക്ഷെ ജീവിതത്തിന് വേണ്ടി സമുദ്രത്ത് നിൽക്കുന്നുണ്ടാവുക? ഇതെല്ലാം കണ്ടുപിടിക്കാൻ വേണ്ടി മത്സ്യത്തൊഴിലാളികളുടെ അറിവ് അറിയാൻ അതിനെ കൂട്ടിയെടുക്കാൻ അത്യാവശ്യമാണ്. ഇത് ഒരു ട്രെയിനിങ് കൊടുത്തിട്ട് എങ്ങനെയാണ് നേവിയുടെ ഒപ്പം കോസ്റ്റ് ഗാർഡിന്റെ ഒപ്പം ഒരുമിച്ച് ഓപ്പറേഷൻ ചെയ്യാൻ പഠിപ്പിച്ചാല്
ഇങ്ങനെ ഒരു ദുരന്തം സംഭവിച്ചാൽ ഉടനെ ട്രെയിനിങ് ഉള്ള അറിവുള്ളവരെ ഒരേ സമയത്ത് ഉൾപ്പെടുത്തിയാൽ പല ജീവിതങ്ങൾ നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കും. ഈ സജഷൻ ഞാൻ മുഖ്യമന്ത്രിക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു സമയത്ത് ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു, അവർ 300 മത്സ്യത്തൊഴിലാളികളെ ഇങ്ങനെ സഹായിക്കുന്നത്. പക്ഷേ അത് ചെയ്യാത്തത് വലിയൊരു നഷ്ടമായി മാറി വന്നു. മറീൻ എക്വിവലന്റ് ഓഫ് ദ ടെറിട്ടോറിയൽ ആർമി പോലെ നമ്മളുടെ തീരദേശത്തെ മക്കളെ ട്രെയിൻ ചെയ്തിട്ട് ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ഇറക്കാനുള്ള സംവിധാനം ചെയ്യണം. എന്നിട്ട് അവരുടെ ഭാവിക്ക് വേണ്ടിയിട്ട് നമ്മൾ നല്ലപോലെ ഒരു അസിസ്റ്റൻസ് പാക്കേജ് കൊണ്ടുവരണം. ഇതെല്ലാം ഞാൻ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഈ തവണ നടന്നിട്ടില്ല. ഞങ്ങളുടെ പാർട്ടി ഒരു സെപ്പറേറ്റ് മിനിസ്ട്രി ഓഫ് ഫിഷറീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരു പക്ഷേ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി ഒരു മിനിസ്റ്റർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഒരു പക്ഷേ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥയോട് പ്രവർത്തിച്ചിട്ടുണ്ടാകും. ഇതെല്ലാം നമ്മൾക്കിപ്പോൾ നോക്കി സംസാരിക്കുന്നത് ഒരു കാരണമാണ്. ഈ രാജ്യത്തിൽ വലിയൊരു തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. തീരദേശ മേഖലയിലത്തെ വ്യക്തികളുടെ ആവശ്യങ്ങളെ കുറിച്ച് ചിന്തിക്കാത്ത ഒരു ഭരണം നമ്മൾക്ക് മാറ്റിക്കിട്ടിയിട്ട് മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി അവരുടെ ആവശ്യങ്ങളും അവരുടെ ആശയങ്ങളും അവരുടെ ആശങ്കകളും മനസ്സിലാക്കുന്ന ഒരു പ്രതിനിധി ഉണ്ടാവണം എന്നാണ് നമ്മുടെ എല്ലാവരുടെയും ആവശ്യം. സർക്കാരിന്റെ നേതൃത്വത്തിലും ഇത് ഞാൻ നിങ്ങളുടെ പ്രതിനിധിയായിട്ട് ആവശ്യപ്പെടുന്ന നിങ്ങളുടെ സഹായം. പക്ഷെ അത് മാത്രമല്ല, നമ്മുടെ രാജ്യത്തിൽ മത്സ്യത്തൊഴിലാളികളുടെ പ്രാധാന്യം ഒരിക്കലും മറക്കാത്ത, ആത്മാർത്ഥമായി എടുത്ത അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന ഒരു സർക്കാരും നമ്മളെല്ലാവർക്കും ആവശ്യമുണ്ട്. അതിനുവേണ്ടി ഞാൻ എപ്പോഴും നിങ്ങളൊപ്പം ഉണ്ടാവും. നമ്മളുടെ തീരദേശ മേഖലത്തെ മക്കളോട് ഞാൻ പറയുന്നു, ഭൂഖിയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച പോലെ ഇനിയും ഞാൻ പ്രവർത്തിക്കും. പക്ഷെ എൻ്റെ ഒപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സർക്കാരും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യാൻ സാധിക്കും. ഇത് മാത്രം പറഞ്ഞിട്ട് ഒരിക്കലും കൂടി നിങ്ങൾ എല്ലാവർക്കും എൻ്റെ സൗഹൃദം പ്രഖ്യാപിച്ചിട്ട് ഞാൻ എൻ്റെ വാക്ക് ചുരുക്കുന്നു. ജയ് ഹിന്ദ്.